സുഹൃത്തുക്കളെ, ആരെങ്കിലും ലൈവിലുണ്ടോ? BJP നേതാവ് AN രാധാകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. അത് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹം ഇന്നൊരു ലൈവ് വിട്ടിട്ടുണ്ട്, വെളുപ്പിച്ചെടുക്കല്. ഏതെങ്കിലും സുഹൃത്തുക്കൾ ലൈവിലുണ്ടോ? വളരെ വിശദമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന എഴുതുന്നുണ്ട്. ആരാണ് BJP നേതാവ് AN രാധാകൃഷ്ണൻ? എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം? എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വെളുപ്പിക്കൽ യത്നം ഏറ്റെടുത്തത്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ? എന്താണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ട്രാക്ക് ഹിസ്റ്ററിയൊക്കെ മൊത്തം കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് AN രാധാകൃഷ്ണൻ കുരയ്ക്കുന്നത്? എന്താണ് AN രാധാകൃഷ്ണൻ ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലെ ഭാവി എന്നുള്ളത്? ആദ്യം തന്നെ പറയട്ടെ, AN രാധാകൃഷ്ണൻ എന്ന് പറയുന്ന BJP നേതാവ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് എല്ലാ കളിയും കളിച്ചതാ. എഴുതി തരാൻ വെള്ള പേപ്പറിൽ അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിൽ AN രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ പോകുന്നില്ല. തല കുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. അദ്ദേഹം ഇന്നൊരു ലൈവ് വിട്ടിരിക്കുക. അദ്ദേഹം ഇപ്പോഴുള്ള കറണ്ട് ആയിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഷർഷാദിന്റെ കുടുംബം തകർന്നതുമായി ബന്ധപ്പെട്ടും ഗോവിന്ദ മാഷിന്റെ മകനുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള വിഷയങ്ങളാണ്. അതിന് മലയാള സിനിമയിലെ വെള്ളിക്കയ്ക്കുള്ള റോളിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളുണ്ട്. പുഴു സിനിമയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളുണ്ട്. അതിന്റെ തിരക്കഥാകൃത്തിന്റെ പ്രസംഗത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ സാമൂഹിക രംഗത്തെ മലിനീകരിക്കുന്ന രീതിയിൽ വർഗീയമായ അജണ്ടയോട് കൂടിയിട്ടാണ് ഞാനത് ചെയ്തത് എന്ന് 2014 തൊട്ടുള്ള ചരിത്രം വെച്ചിട്ട് അയാൾ പ്രസംഗിക്കുന്നതിന് വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് AN രാധാകൃഷ്ണൻ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. ആരാ AN രാധാകൃഷ്ണൻ? ഇങ്ങർക്ക് എന്തുകൊണ്ട് ഈ പ്രാവശ്യം സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടത്തിയല്ലോ. ഇങ്ങർക്ക് മത്സരിക്കുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാ. ജയിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാ. പൊൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന 2014 കന്യാകുമാരിയിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച സീനിയർ ആയിട്ടുള്ള തമിഴ്നാട്ടിലെ BJP നേതാവ് പൊൻ രാധാകൃഷ്ണൻ കേന്ദ്രമന്ത്രിയായിരുന്നു, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ 2019 അദ്ദേഹത്തിന്റെ പരാജയം ഉറപ്പുവരുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് AN രാധാകൃഷ്ണൻ. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പൊൻ രാധാകൃഷ്ണൻ കേരളത്തിൽ വന്നപ്പം നിയമപരമായ ചില ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമായി യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന വളരെ മിടുക്കനായ IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ തടഞ്ഞിട്ട് എല്ലാ ബഹുമാനത്തോടും കൂടി അദ്ദേഹത്തോട് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പൊൻ രാധാകൃഷ്ണൻ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. അതിനിടയിൽ കൂടി AN രാധാകൃഷ്ണൻ കൊണകൊണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. ഇന്നും അയാൾ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് സംസാരിച്ച വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇയാൾ എന്തിന് കൊള്ളും? ഇയാൾ എന്തിനാ സംസ്ഥാന നേതൃത്വത്തിൽ ഇവർ വെച്ചുകൊണ്ടിരിക്കണേ? വെറുതെ അല്ല BJPയെ KJP എന്ന് പറയുന്നത്. ഈ മാതിരി വിവരമില്ലാത്ത സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ആളുകളെ വെച്ചിട്ട് ഈ BJP രാജ്യത്ത് മുഴുവൻ BJP വളരുകയാണ്. കേരളത്തിൽ കീഴ്പിടിക്ക് പോവുക, വളരുന്നുണ്ട്, പടവലങ്ങിയ പോലെ വളരണേ. അതിന്റെ കാരണം ഇതാണ്. ഇമാതിരി ചവറുകളെ ചുമന്നുകൊണ്ട് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. പൊൻ രാധാകൃഷ്ണനെ യതീഷ് ചന്ദ്ര പറഞ്ഞപ്പോൾ യതീഷ് ചന്ദ്ര പറഞ്ഞു, സാർ എന്നാ പറഞ്ഞേ, സാർ ഐ കനോട്ട് അലോ യു ടു ഗെറ്റ് ഇൻസൈഡ്, ഇറ്റ് സിറ്റുവേഷൻ ഈസ് വെരി ബാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. പൊൻ രാധാകൃഷ്ണൻ അതിനോട് വളരെ മാന്യമായി കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ അധികാരമോ അഹങ്കാരമോ കാണിക്കാതെ അദ്ദേഹം സംസാരിക്കുന്നു. ഇത്തവണ പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരിയിൽ നിന്ന് ജയിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്യാബിനറ്റ് മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. അണ്ണാമലയ്ക്ക് ഇനി കൊടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അംശമൊന്നുമില്ല. ക്യാബിനറ്റ് അല്ലെങ്കിൽ സഹമന്ത്രി, ഡെപ്യൂട്ടി മിനിസ്റ്റർ. അതിനിടയിൽ കൂടി AN രാധാകൃഷ്ണൻ പെട്ടെന്ന് കയറി. എന്താണെന്നറിയോ? പൊൻ രാധാകൃഷ്ണന്റെ അടുത്ത് നിന്ന് പ്രീതി കിട്ടണം. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുക. ഇയാൾ കയറിയിട്ട് യതീഷ് ചന്ദ്രയുടെ അടുത്ത് ഇംഗ്ലീഷൊന്നും പറയാൻ അറിയില്ല. അതുകൊണ്ട് ഇതാരാന്നറിയോ? ഇത് കേന്ദ്രമന്ത്രിയാന്ന് യതീഷ് ചന്ദ്രയ്ക്ക് അറിയാന്നേ. ഈ യതീഷ് ചന്ദ്ര ആരാ? വളരെ മിടുക്കനായിട്ടുള്ള ഉത്തരേന്ത്യയിൽ നിന്ന് വന്നതാണ്. കേരള കേഡറിലെ മിടുക്കനായിട്ടുള്ള IPS ഉദ്യോഗസ്ഥനാണ്. ഇപ്പൊ തന്നെ തൃശൂർ പൂരം ഇപ്പോഴത്തെ കമ്മീഷണർ തകർത്ത സ്ഥിതി വന്നപ്പോ യതീഷ് ചന്ദ്ര അതിനു മുമ്പ് അദ്ദേഹം അവിടെ തൃശൂര് കമ്മീഷണറായിരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് തൃശൂർ പൂരം കൈകാര്യം ചെയ്തതെന്നും ആ പൂരം കാണാനെത്തിയ പൂര ആസ്വാദകരുടെ കൂടെ, പൂരപ്രേമികളുടെ കൂടെ അദ്ദേഹവും കൂടി എൻജോയ് ചെയ്യാണ് അവരുടെ കൂടെ ഇരുന്ന് ചർച്ച. അതായത് പോലീസും ജനങ്ങളും തമ്മിൽ, ജനമൈത്രി പോലീസ് എന്നുള്ള പ്രയോഗം അവിടെ വരണേ. പോലീസും ജനങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഏറ്റവും നന്നായിട്ട് മാനുഷികമായിട്ട് കൂട്ടിയിണക്കിക്കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ് യതീഷ് ചന്ദ്ര. ചെറുപ്പക്കാരനാണ്, അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് സ്ട്രോങ് ആവും. ചിലപ്പോൾ പറഞ്ഞാൽ തന്നെ IPS ഒക്കെ ആയിന്ന് വരും.
ചെറുപ്പക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മറ്റേ റിട്ടയർ ഒക്കെ ആവാനാകുമ്പോൾ എന്താ വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതും. ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥർക്ക് കുറച്ച് ചോരത്തളപ്പ് കൂടും, കുറച്ച് നീതിയുടെ ഭാഗത്ത് നിൽക്കും. ഇപ്പൊ അമൃതരംഗൻ CI ആണ്. അമൃതരംഗൻ കണ്ടില്ലേ പണ്ട് കളമശ്ശേരിയിലെ പിന്നെ CPM-ന്റെ ക്രിമിനലായിട്ടുള്ള ഏരിയ സെക്രട്ടറി പിന്നെ സക്കീർ ഹുസൈനോട് നീ നിന്റെ പണി നോക്കി പോടാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ മിടുക്കരായിട്ടുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനകത്തുണ്ട്. അവരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലാണ് AN രാധാകൃഷ്ണൻ ഇടപെട്ടത്. പിന്നെ AN രാധാകൃഷ്ണൻ ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടേ അല്ല, ഇത്തവണ സീറ്റ് കിട്ടാൻ വേണ്ടി എറണാകുളത്ത് തലകുത്തി മറിഞ്ഞു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള മണ്ഡലം കമ്മിറ്റികൾക്കകത്തും ബാക്കിയുള്ള കമ്മിറ്റികൾക്കകത്തും അവിടുത്തെ പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രവർത്തകരുടെ അടുത്തും ഒരു പിന്നെ അഭിപ്രായ രൂപീകരണം നടത്തിയ സമയത്ത് BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും അഭിപ്രായ രൂപീകരണം നടത്തിയ സമയത്ത് അവിടെ പ്രാധാന്യം കിട്ടിയത് മേജർ രവിക്കാണ്. മേജർ രവി സ്ഥാനാർത്ഥിയാവണമെന്നുള്ള അഭിപ്രായത്തിനായിരുന്നു മുൻതൂക്കം കിട്ടിയത്. അങ്ങനെ മേജർ രവിയോട് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമൊക്കെ ചെലുത്തി എന്നുള്ള വിവരങ്ങളൊക്കെയാണ് എനിക്കറിയുന്നത്. ഞാൻ രവിചന്ദ്രനെ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോയിട്ടില്ല, പൊളിറ്റിക്സ് കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. പുതിയ പ്രൊജക്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ചോദിക്കാറേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രൊജക്റ്റിൽ നമുക്ക് വല്ല റോളും കിട്ടിയാലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളോട് കഴിച്ചിലായി പോയാലോ, വല്ല പൊട്ടേണ്ട റോളും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ റിസ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അല്ലെങ്കിൽ തന്നെ പൊട്ടണമെന്നുള്ളതുണ്ടല്ലോ. അപ്പോ പിന്നെ അങ്ങനെയുള്ള അല്ലെങ്കിൽ വല്ല സൈക്കിക് ഡിസോർഡർ ഉള്ള ആളുടെ ഒരു റോളൊക്കെ പിന്നെ സ്ക്രിപ്റ്റിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിതൊക്കെ ഉള്ള ആളാണ്, മൂഡ് സിംഗ് ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ പുതിയ പ്രൊജക്ട് എന്തായാലും വെച്ചിട്ടെന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പൊ എന്തായിരുന്നാലും ഡെബേറ്റിന്റെ പേരായിരുന്നു അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് BJP കേന്ദ്രങ്ങളിൽ നിന്ന്. ഡെബേറ്റ് സ്ഥാനാർത്ഥിയാവണമെന്നുള്ള അഭിപ്രായമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടും, കാരണം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ്, ലൈഫിൽ ഒരുപാട് പിന്നെ മര്യാദകൾ പാലിക്കേണ്ട ആളാണ്. എന്നിട്ട് പോലും ഈ ചൂട് കാലത്ത് തന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വകവെക്കാതെ അദ്ദേഹം സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ പ്രചാരണത്തിന് പോയിട്ടുണ്ട്. അത്ര കണ്ട് റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട മനുഷ്യനാണ്. ആർമിയിൽ നിന്ന് വന്ന ആളാ. അതുപോട്ടെ, രണ്ടാമത് അവിടെ പിന്നെ പ്രാധാന്യം കിട്ടിയ ആള് KS രാധാകൃഷ്ണനാണ്. AN രാധാകൃഷ്ണൻ അല്ല, KS രാധാകൃഷ്ണനാണ് ഇപ്പൊ സ്ഥാനാർത്ഥിയായതും. മുൻ വൈസ് ചാൻസലറാണ്, മുൻ PSC ചെയർമാനാണൊക്കെയാണ്. ഇവിടെ എല്ലാവരും കൊട്ടിഘോഷിച്ച് കിടന്ന സുജയ പാർവതിക്ക് ആ അഭിപ്രായ പിന്നെ വോട്ടെടുപ്പിനകത്ത് ഈ ഇവരുടെ നിന്നൊക്കെയുള്ള ഒരു ഒപ്പീനിയൻ കളക്ട് ചെയ്തപ്പം 3-ാം സ്ഥാനത്തായിരുന്നു സുജയ പാർവതി. കൃത്യമായ സോഴ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ്. AN രാധാകൃഷ്ണൻ ചിത്രത്തിൽ പോലും ഇല്ല. പക്ഷെ AN രാധാകൃഷ്ണൻ കുപ്പായിട്ട് വെക്കായിരുന്നു. എന്തിനാ ഫണ്ട് ഉണ്ടാക്കാലേ? ഇലക്ഷൻ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ ഉള്ള എല്ലാ പ്രമാണിമാരെയും വിളിച്ചിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാണ്, ഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കാലോ. ഇതിനു വേണ്ടിയിട്ടുള്ള സമയമായിരുന്നു. ഇയാൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു 2022. 2021 അവിടെ PT തോമസ് മത്സരിച്ച് വിജയിക്കുന്ന സമയത്ത് അവിടെ BJPക്ക് കിട്ടിയിട്ടുള്ളത്, BJP എല്ലാ സ്ഥലത്തും വളരുകയാണല്ലോ, വോട്ടിംഗ് പിന്നെ വോട്ട് ഷെയർ കൂടുന്നു, ശതമാനം കൂടുന്നു, മൊത്തം വോട്ടിന്റെ എണ്ണം കൂടുന്നു, ഒക്കെ കൂടുന്നു. 2021 അവിടെ സജി എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് തൃക്കാക്കര നിയമസഭാ പിന്നെ മണ്ഡലത്തിൽ 21,247 വോട്ടാണ്. ആലോചിക്കണം നിങ്ങൾ. അതേസമയം ഈ മൊയന്ത് പോയിട്ട് 2022 ഉപതെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ ഇത് ഒരു വർഷം കൂടെ കഴിയുമ്പോൾ BJP വളരുകയാണോ തളരുകയാണോ ചെയ്തത്? കേരളത്തിൽ രാജ്യത്താകെ വളരെ ചെയ്തിട്ടുള്ളത്, ഇവിടെയും വളരെ ചെയ്തിട്ടുള്ളത്, വോട്ട് കൂടിക്കൊണ്ടായിരിക്കണേ. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഏകദേശം പിന്നെ ഒരു വർഷത്തിലേറെ എടുത്തിട്ട് പിന്നെ ഇലക്ഷൻ നടക്കുമ്പം 21,247 വോട്ട് സജി പിടിച്ചെടുത്ത് ഈ മൊയന്തിന് കിട്ടിയത് AN രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ഈ ഇളിച്ചു കിടക്കുന്നതിന് കിട്ടിയത് 12,957 വോട്ട്, ഏകദേശം പകുതിയിലെടുത്ത് 45% അല്ല 55% അത്രേ കിട്ടിയിട്ടില്ലേ. വോട്ടിന്റെ ശതമാനം കണക്കൂട്ടിയാലോ 2021 സജിക്ക് കിട്ടിയ വോട്ട് 15.7%. പക്ഷെ AN രാധാകൃഷ്ണൻ 2022 ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ട് 9.57%. പിന്നെ ഇയാൾക്ക് ഇപ്പോ ഈ മമ്മൂട്ടിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ബാക്കിയുള്ള വിഷയങ്ങളിൽ സിനിമാ വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയും. ഇയാൾ ആരെ താത്വികാചാര്യൻ? ഇയാൾ ആരെ ചുമതലപ്പെടുത്തിയ BJP? കേന്ദ്ര നേതൃത്വം ചുമതലപ്പെടുത്തിയോ? സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തിയോ? ജില്ലാ നേതൃത്വം ചുമതലപ്പെടുത്തിയോ? ഒരു പട്ടിയും ചുമതലപ്പെടുത്തിയിട്ടില്ലാന്നേ. ഇയാൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഇല്ലേ? ഇയാൾക്ക് എന്തെങ്കിലും വർത്തമാനം പറയാൻ അറിയോ? ഇയാള് പിന്നെ ഈ ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നതിന്റെ പിന്നിലുള്ള കാരണം ഇയാളുടെ മകൾ അഭിരാമിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് മേപ്പടിയാൻ സിനിമയുടെ സംവിധായകനായിട്ടുള്ള വിഷ്ണുമോഹനാണ്. ഇയാൾക്ക് പല ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, മരുമകന് സിനിമാ രംഗത്ത് ഈ പറയുന്ന മലയാള സിനിമയുടെ വെല്ലിക്കടി ബാക്കിയുള്ളവരൊക്കെ സഹായങ്ങൾ കിട്ടണം, പുതിയ പ്രൊജക്ടുകൾ കിട്ടണം, അവരുടെ ഡേറ്റ് കിട്ടണം ഇവന്റെ പ്രൊജക്ടിന്. അപ്പൊ സ്വന്തം പിന്നെ താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം നടത്തിയിട്ടുള്ള ലൈവാണത്. യാതൊരു സംശയവും വേണ്ട ഇയാളുടെ.
പൊൻ രാധാകൃഷ്ണൻ 2019 അവിടെ തോൽക്കാൻ കാരണം 14 മത്സരിച്ച് കന്യാകുമാരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു മന്ത്രിയായ പൊൻ രാധാകൃഷ്ണൻ 2019 തോക്കാൻ കാരണം ഇയാൾ കാണിച്ചിട്ടുള്ള ഈ അഭ്യാസങ്ങളുടെ ക്ലിപ്പ് പൊൻ രാധാകൃഷ്ണനെ കൂടി ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹം കൂടി വീഡിയോയ്ക്കകത്തുണ്ട്. ഇതിനകത്ത് DMK അവർക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് മണ്ഡലത്തിലാകെ പ്രചരിപ്പിച്ചു. ഇയാളെ കാണിച്ചിട്ടുള്ള അഹങ്കാരത്തിന്റെയും കൂടി പാപഭാരം ഏറ്റുവാങ്ങേണ്ടുന്ന ഗതികേടിലേക്ക് പൊൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അത്യാവശ്യം പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള വളരെ നിർമ്മലമായ ആൾക്കാരോട് നിർമ്മലമായ രീതിയിലുള്ള സ്വഭാവമുള്ള അഹങ്കാരമില്ലാത്ത ജാടയില്ലാത്ത ആ പാപം മനുഷ്യന്റെ മേളിലേക്ക് ഇതിന്റെ പാപഭാരം വന്നു. ഇയാൾ കാട്ടിക്കൂട്ടിയതാ. ഇയാൾ പൊൻ രാധാകൃഷ്ണൻ സൂചിപ്പിക്കാന്ന് കരുതി. ഞാൻ പറഞ്ഞില്ല, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളിയും കളിച്ചതാ AN രാധാകൃഷ്ണൻ. എല്ലാ കളിയും കളിച്ചതാ. കൃഷ്ണദാസനെ കൂട്ടുപിടിക്കാൻ നോക്കി. ഇനി സുരേന്ദ്രൻ മാറാണെങ്കിൽ സുരേന്ദ്രന്റെ ആശീർവാദത്തോടു കൂടിയിട്ട് കയറാന്ന് കരുതി. മുരളീധരനെ കൂട്ടുപിടിക്കാൻ നോക്കി. ശോഭയെ കൂട്ടുപിടിച്ചിട്ട് അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി. MT രമേശിനെ കൂട്ടുപിടിക്കാൻ നോക്കി. MT രമേശ് നല്ല ക്വാളിറ്റിയുള്ള ആളാണേ. ഇയാളമാതിരി ഊളയല്ല. ഇയാൾ അതിന് ഇയാളെ ഊളത്തരത്തിന് ഇവിടെ BJPക്ക് ഒരാളെ പോലും കൂടെ അധികം കിട്ടിയില്ല. ശോഭയും എന്നെ കൈയൊഴിഞ്ഞു, എല്ലാരും കൈയൊഴിഞ്ഞു. ഇയാൾ ജന്മത്തിൽ ഞാൻ പറയട്ടെ, AN രാധാകൃഷ്ണൻ, ഞാൻ വളരെ ഇതായിട്ടാണ് പറയണത്. ഇത് എപ്പോഴെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോ. AN രാധാകൃഷ്ണൻ സീനിയറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആനയാണ് മാങ്ങയാണ് ചേനയാണെന്നൊക്കെ പറയാന്നല്ലാതെ AN രാധാകൃഷ്ണൻ BJPക്കകത്തൊരു കുന്തുമല്ല. കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമില്ല. ഇത്തവണ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമവും നടത്തിയിട്ട് കേന്ദ്ര നേതൃത്വമാണ് അയാൾക്ക് സീറ്റ് കൊടുക്കേണ്ടതെന്നുള്ള തീരുമാനിച്ചത്. സംസ്ഥാന നേതൃത്വത്തിനല്ല. സംസ്ഥാന നേതൃത്വത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. സുരേന്ദ്രൻ മത്സരിക്കുക എന്നുള്ളത് പോലും സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമല്ല. സുരേന്ദ്രനെ നിർബന്ധിച്ച് അടുത്ത് നോക്കുന്ന സീറ്റാണല്ലോ. BJP ജയിക്കാത്ത സീറ്റാണ്. സംസ്ഥാന പ്രസിഡന്റിനെ ഒരു A ക്ലാസ് മണ്ഡലത്തിലല്ലാതെ വേറെ എവിടെയും കൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേന്ദ്രൻ ഇഷ്ടമായിട്ട് ഉപയോഗിക്കണമല്ല. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ്. ശോഭന ആലപ്പുഴ കൊണ്ടിട്ടത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ്. മുരളിയോട് ആറ്റിങ്ങിൽ പോയി നിൽക്കാൻ പറഞ്ഞ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ്. ജയിച്ചാൽ ജയിക്കില്ല, അവിടെ എന്തായാലും ജയിക്കില്ല. പക്ഷെ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് മുരളിക്ക്. മുരളി ജയിച്ചാൽ മുരളി കേന്ദ്ര ക്യാബിനറ്റിലെത്തും. രാജീവ് ചന്ദ്രശേഖർ മിക്കവാറും തിരുവനന്തപുരത്ത്, അതും കേന്ദ്ര നേതൃത്വം, സംസ്ഥാന നേതൃത്വത്തിനല്ല. സംസ്ഥാന നേതൃത്വത്തിന് ഈ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരു റോൾ ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാ പറയണേ. ഇയാള് കിടന്ന് ചിലക്കുക എന്തൊക്കെയോ പറയാന്നല്ലാതെ ഇയാള് ചാലക്കുടിയോ എറണാകുളം ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവസാന പെട്ടച്ചിൽ വരെ നടത്തി. ഞാൻ പറയട്ടെ, മേജർ വിക്ക് എത്ര മാന്യനാ. എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, ഞാൻ എന്നെ ഒഴിവാക്ക് എന്ന് പറഞ്ഞു. KS രാധാകൃഷ്ണൻ വളരെ ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റുവാ. എറണാകുളം മണ്ഡലത്തിൽ ഹൈബിയെ ജയിക്കുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ചാലക്കുടിയിൽ പിന്നെയും രവി മാഷാണോ ബെന്നി ബെഹനാനാണോ എന്നുള്ള സംശയമുണ്ട്. ബെന്നി ബെഹനാൻ അങ്ങനെ അവിടെ തോറ്റു കഴിഞ്ഞാൽ ബെന്നി ബെഹനാനും KPCC പ്രസിഡന്റ് സ്ഥാനം ക്ലെയിം ചെയ്യും. അതിലും സംശയമൊന്നും വേണ്ട. കാരണം ബെന്നി ബെഹനാൻ A ഗ്രൂപ്പിന്റെ മാനേജറാണ്. അല്ലെങ്കിൽ UDF കൺവീനർ സ്ഥാനം അസൻ ഒഴിഞ്ഞു കൊടുത്തിട്ട് അവിടെ ആക്കേണ്ടി വരും. അപ്പൊ അസൻ ഇവരെ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് സ്ഥാനം തന്നെ ക്ലെയിം ചെയ്യും. ബെന്നി ബെഹനാൻ കൊടുക്കേണ്ടി വരും. കാരണം ഇവരെല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കും. ബെന്നി ബെഹനാനെ 2016 നിയമസഭാ സീറ്റ് നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹം A ഗ്രൂപ്പിന്റെ മാനേജർ ആകുമ്പോഴും I ഗ്രൂപ്പിന്റെ അന്ന് പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഹൈബി ഇടണം. അന്ന് എറണാകുളത്ത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുക. ഹൈബി വന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നത് ബെന്നി ചേട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഗ്രൂപ്പിന് അതീതമായിട്ടുള്ള ബന്ധമുള്ള ആളാണ് ബെന്നി ബെഹനാൻ. പക്ഷെ ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ നല്ല ടൈറ്റ് ഫൈറ്റിനെയാണ് ഫേസ് ചെയ്യുന്നത്. 2020 അതായത് സാബു എം ജേക്കബിന്റെയും ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് ബെന്നിയാണ്. രവിമാഷോട് ആർക്കും വിരോധമില്ല. രവിമാർക്ക് നെഗറ്റീവ് ഇല്ല. പക്ഷെ രവിമാഷ് CPMന്റെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ടൊരു നെഗറ്റിവിറ്റി ഉണ്ട്. കാരണം കാരണഭൂതനോടുള്ള എതിർപ്പ് മുഴുവൻ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളോടും ആൾക്കാർക്ക് ഉണ്ടാവും. അതുകൊണ്ടുള്ളതേ ഉള്ളൂ. അല്ലാതെ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന മനുഷ്യൻ ജോസഫ് ഉണ്ടശ്ശേരിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അയാൾക്ക് പേഴ്സണലായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു കറപ്ഷൻ ഇല്ല, വ്യക്തിപരമായിട്ടുള്ള ഒരു ദൂഷ്യ സ്വഭാവങ്ങളില്ല, മാന്യനാണ്, സത്യസന്ധനാണ്, നിഷ്കളങ്കനാണ്, ലാളിത്യ ജീവിതം നയിക്കുന്ന ആളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിനിധീകരിക്കുന്നത് കാരണഭൂതനെയാണ്. അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങൾ എത്രയോ വിശുദ്ധനാവട്ടെ, നിങ്ങൾ എത്രയോ നല്ലവനാട്ടെ, നിങ്ങൾ സ്വഭാവമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇവൻ ആരെയും മൈൻഡ് ചെയ്യുമോ? അതാണ് അവസ്ഥ. ആ ഒരു കാര്യത്തിലേ ഉള്ളൂ. ഇയാളൊരു ഇത്തിൽ കണ്ണിയാണ് എന്നുള്ളൊരു അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. BJP എന്ന് പറയുന്ന വളർന്നു വരുന്നൊരു വടവൃക്ഷത്തെ പടർന്നു കയറി അതിന്റെ സത്ത മുഴുവൻ ഊറ്റിക്കുടിക്കുന്ന ഒരു ഇത്തിൽ കണ്ണി മാത്രമാണ് AN രാധാകൃഷ്ണൻ. ഇയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ തൃക്കാക്കര മത്സരിച്ചപ്പോൾ പോലും ഫണ്ട് റൈസിംഗിലായിരുന്നു താല്പര്യം, സാമ്പത്തിക താല്പര്യമാണ്. ഇത് മുഴുവൻ പാർട്ടിയുടെ അക്കൗണ്ടിലേക്കോ പാർട്ടിയുടെ അക്കൗണ്ട് വഴിയാണോ കൈകാര്യം ചെയ്യപ്പെട്ടത്? എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾ പൈസ കൊടുത്തവരുണ്ട്, റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ. ഇത് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ,
വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കുന്നവരാ. ബാക്കിയുള്ള മേഖലകളിലുള്ളവര്, വലിയ വലിയ ബിസിനസ്സുകാര്. എനിക്കറിയാവുന്ന ചില ആൾക്കാർ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അതുകൊണ്ട് അവരുടെ പേര് പറയാൻ പറ്റില്ല. പല കള്ളുകുടി കമ്പനിയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ അവർ തുറന്നു പറയുന്നതാ, അല്ലാതെ അവർ പറയൂല്ല. ഞാനിത് ആക്ഷേപം ഉന്നയിച്ച് പിന്നെ ഇന്ന ആളെന്ന് പൈസ മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പറയും, പിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ നിനക്ക് പിന്നെ ഞങ്ങൾ ഒരു എവിഡൻസും തരില്ല. കാരണം അവർക്ക് നാളെയും കച്ചവടം നടത്തണ്ട. അവരിത് വിളിച്ചു പറയുന്നവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടിക്കാരും അവരുടെ അടുത്ത് പൈസ മേടിക്കാനും പോവില്ല, പിന്നെ ഇവരുടെ ഏർപ്പാട് നടക്കൂല. അപ്പൊ നമുക്കിതൊക്കെ കുറിച്ച് നല്ല ധാരണയുണ്ട്. എൻ രാധാകൃഷ്ണൻ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, മോൾ അഭിരാമിയെ ഇപ്പൊ അടുത്ത് കല്യാണം കഴിച്ച പിന്നെ മേപ്പടിയാൻ സിനിമയുടെ സംവിധായകനായിട്ടുള്ള വിഷ്ണു മോഹന് ഈ പറയുന്ന മലയാള സിനിമയുടെ വെള്ളിക്ക് ഉൾപ്പെടെയുള്ള എല്ലാ പ്രഗത്ഭരുടെയും ഡേറ്റ് കിട്ടണം. അവന് കുറച്ച് പ്രൊജക്ടുകൾ ഉണ്ടാവണം. അതിനുവേണ്ടി വെളുപ്പിക്കാൻ ഇറങ്ങിയതാണ് താത്വികാചാര്യൻ. ഇയാൾ എം പി ഗോവിന്ദൻ മാസ്റ്ററെ വകയിൽ വല്ല കസിനാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വലിയ താത്വികമായ അവലോകനമൊക്കെ നടത്തിയിട്ടുള്ളത് ഇളിച്ചോണ്ട്. ഏതായിരുന്നാലും ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ മണിയടി രാഷ്ട്രീയക്കാരെ പൊൻ രാധാകൃഷ്ണനെ തോൽപ്പിച്ചതിന് പ്രധാനപ്പെട്ട കാരണം ഇയാളാണ്. തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് വോട്ട് പിടിക്കുന്നതിലായിരുന്നില്ല താല്പര്യം. അവിടെ നിലവിലുണ്ടായിരുന്ന, ഞാൻ പറഞ്ഞല്ലോ, എസ് സജി 2021 മേടിച്ച 21,247 വോട്ട് ഒറ്റ വർഷം കൊണ്ട് 12,957 വോട്ടായിട്ട് ചുരുക്കി. 15.7% വോട്ടിൽ നിന്ന് ഒരു വർഷം കൊണ്ട് 9.57% ചുരുക്കി. അങ്ങനെയുള്ള ഈ ഒന്നിനും കൊള്ളാത്ത ചവറുകളെ ചുമന്നുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ BJPക്ക് KJP എന്ന പേര് കിട്ടുന്നത്. വി മുരളീധരനും കുമ്മനം രാജശേഖരനും O രാജഗോപാലും K സുരേന്ദ്രനും MT രമേശും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം വളരെ ഗൗരവമായിട്ട്, സന്ദീപ് വാര്യരും സന്ദീപ് വജസ്തിയൊക്കെ ഉള്ളവർ ഈ വിഷയം വളരെ ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. മാത്രമല്ല, സംഘടനയുടെ ഇവിടുത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടുള്ള സുഭാഷ് ജി RSS ചുമതലയുള്ള ആളാണല്ലോ. അതേപോലെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി BL സന്തോഷ്, ഇവിടുത്തെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള ഒരു വിഷയം പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഈ ഊളകളെല്ലാം കൂടെ എവിടെയും പോയിട്ട് തൂങ്ങിച്ചേക്കുക നല്ലത്. 2026 നമുക്കൊരു കോപ്പം കിട്ടാൻ പറ്റില്ല ഈ മാതിരി ചവറുകളെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ. മര്യാദയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നടക്കും. എന്തായിരുന്നാലും ഇയാൾ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇയാള് തൃശ്ശൂർ പിന്നെ അദ്ദേഹത്തിന് നോക്കിയിട്ട് കാര്യമില്ലായിരുന്നു. ചാലക്കുടിക്ക് എറണാകുളത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടത്തിയതാണ്. അദ്ദേഹത്തെ പോലെയുള്ളവര് ഈ കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവിയാണ്. BJPയുടെ മാരാർജി ഭവനിൽ ഇയാൾ വേണമെങ്കിൽ പരസ്യമായിട്ട് കാഷ്ടിക്കും. അമ്മാതിരി അവനോട് പ്രസ്ഥാനത്തിനോട്, ഏത് പ്രസ്ഥാനമാവട്ടെ, അതിനോടൊരു കൂറുണ്ടാവണ്ടേ. K ഷാജിക്കും MK മുനീറിനും KN ഖാദറിനും ഷാഫി ചാരിത്തിനൊക്കെ മുസ്ലിം ലീഗിനോട് കൂറുണ്ട്. ഇരുന്ന് തർക്കിക്കുകയാണെന്നുണ്ടെങ്കിലും M സ്വരാജിനും MP രാജേഷിനും ഒക്കെ CPMനോട് കൂറുണ്ട്. വ്യക്തിപരമായ താല്പര്യത്തിന് അപ്പുറത്തേക്കുള്ള കൂറുണ്ട്. K സുധാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കോൺഗ്രസിനോട് കൂറുണ്ട്. AN രാധാകൃഷ്ണന് BJPയോട് കൂറില്ല. AN രാധാകൃഷ്ണന് മരുമകന്റെ ഭാവിയും സ്വന്തം താല്പര്യങ്ങളും മാത്രമാണ് സംരക്ഷിക്കാൻ താല്പര്യമുള്ളത്. ഇതേപോലെയുള്ള ചവറുകൾ ഇങ്ങനത്തെ വെളുപ്പിക്കൽ നടത്തുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് BJPയുടെ പ്രവർത്തകരായിട്ടുള്ള എന്റെ പ്രേക്ഷകരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്.